സമയമില്ലാതെ ഒരു ചിക്കൻ മന്തി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് ഞാൻ. അതുകൊണ്ട് കുറച്ചധികം നമ്മുടെ ചിക്കൻ ക്യൂബ് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മാഗിയുടെ. എന്നിട്ട് ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ടായിരുന്നു, തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ, ഒന്ന് മുരിയിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ സെല്ല റൈസ് ഒരു അരമുക്കാൽ മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവേണ്ട അത്യാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ 2 വിസിലടിപ്പിച്ചു. അപ്പോൾ നല്ല അടിപൊളി മന്തി കിട്ടി. ക്യാപ്സിക്കം ഇട്ടുകൊണ്ടാറുകൊണ്ട് ബിബിക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല കേട്ടോ. ഞാനാണെങ്കിൽ ഇത് സോസും കൂട്ടിയിട്ടാണ് തിന്നത്. അതുകൊണ്ട് രാത്രിത്തേക്ക് ഞാൻ സോയാബീൻ വറുക്കുന്നുമുണ്ട്, ചപ്പാത്തി ചൂടണമുണ്ട് കേട്ടോ. സോയാബീൻ ഇന്നലെ വറുത്ത അടിപൊളിയായിരുന്നുകൊണ്ട് ഇന്നും അത് തന്നെ നമുക്ക് പരീക്ഷിക്കാമെന്ന് വെച്ചാൽ, പരീക്ഷണമല്ല അത് തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതേ ചപ്പാത്തി പരത്തി ചുടാൻ ഭയങ്കര പാടാട്ടോ. ഇൻഡക്ഷൻ കുക്കറിൽ ചപ്പാത്തി ഇറർ കാണിക്കും. കാരണം വെയിറ്റ് ഇല്ല എന്നാണ് എൻ്റെ ഒരു കൺക്ലൂഷനിൽ എത്തിയേക്കുന്നത്. വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ചപ്പാത്തി ഇറർ, വെയിറ്റ് ഇല്ലല്ലോ, അതുകൊണ്ടാണ് കാണിക്കണേന്ന് തോന്നുന്നു. സോയാബീൻ ഇന്നലെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്തത്. ആ മസാല ഉണ്ടാക്കിയിട്ട് അതിനകത്തായിട്ട് ഞാൻ സോയാബീനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം കുറച്ച് അധികം നേരം മിക്സ് ചെയ്ത് വെക്കേണ്ടതെന്നുണ്ടോ, കാരണം ചപ്പാത്തി ചുട്ട് തീരണ്ടേ. വെള്ളം കുടിച്ച് പോയി ചപ്പാത്തി ചുട്ട് കാരണം ഇത് ചൂടാവില്ലേ പാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ സോയാബീനോടെ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ത്രിലോകിനാണ് ഈ ചപ്പാത്തി വേണ്ട, ആ റൈസ് മതി കേട്ടോ. ത്രിലോകിന് മാത്രമാണ് ഈ റൈസ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇച്ചിരി റൈസ് കൊടുത്തു, ഇച്ചിരി ചപ്പാത്തി എടുത്തു, കുറച്ചധികം സോയാബീൻ എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ഇനി ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോകും. അപ്പോൾ ബായ്.